കൊല്ലം അസംബ്ലി നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബിന്ദു കൃഷ്ണയാണ് ഈ പ്രാവശ്യം കോൺഗ്രസ് ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മുകേഷുമായിട്ടുള്ള മത്സരത്തിൽ ബിന്ദു കൃഷ്ണ വെറും 2072 വോട്ടിൻ്റെ കുറവിനാണ് പരാജയപ്പെട്ടത്. ഇത്തവണ വലിയ വിജയപ്രതീക്ഷയാണ് ഒരു UDF തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുമാത്രവുമല്ല, ബിന്ദു കൃഷ്ണ അത്തരം ഒരു വിജയ തരംഗത്തിന് അർഹയായിട്ടുള്ള ഒരു വനിതയാണ്. അവർ സർവ്വസാധാരണക്കാരുടെ തോളിൽ കൈയിടാൻ ഒരു മടിയുമില്ലാത്ത, അവരുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന, അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നേതൃപാടവമുള്ള ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് അങ്ങനെ നേതൃപാടവം കൂടി ഉണ്ടെങ്കിൽ അവർ എത്തുന്ന രംഗത്തെല്ലാം വിജയ ശ്രീലാളിതയാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതായത് സാധാരണ സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായിട്ടൊക്കെ കാണുമെങ്കിൽ പോലും സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്? സ്ത്രീകളുടെ ക്ഷമാശീലത്തെ ഹിന്ദു ധർമ്മങ്ങളൊക്കെ എത്ര ശക്തമായ രീതിയിലാണ് പുകഴ്ത്താറുള്ളത്. സർവം സഹയായ ഭൂമിയെപ്പോലെ ക്ഷമയുള്ളവളാണ് സ്ത്രീ എന്നാണ് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ 24 മണിക്കൂറും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവളാണ് സ്ത്രീ, ഒരു പരിഭവവും ഇല്ലാതെ. അത്തരം സ്ത്രീ ഭരണരംഗത്തേക്ക് വന്നാൽ തീർച്ചയായും അതേ സ്നേഹവും അതേ ചേർത്ത് പിടിക്കലും തന്നെ ഉണ്ടാകുമെന്നതിന് സംശയമില്ല. കോൺഗ്രസ്സിൽ വനിതാ സ്ഥാനാർത്ഥികളൊക്കെ വളരെ കുറവാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. എങ്കിൽ പോലും ഉള്ള സ്ഥാനാർത്ഥികൾ, ശക്തരായ സ്ഥാനാർത്ഥികൾ, ജയിക്കാൻ വേണ്ടി തന്നെ എടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയാണ് ബിന്ദു കൃഷ്ണ. അപ്പോൾ ബിന്ദു കൃഷ്ണ ജയിച്ചു വന്നാൽ എന്തായിരിക്കും കൊല്ലത്തിന് രക്ഷതേടാൻ? കൊല്ലം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ജില്ലയാണ്. 3000 വർഷങ്ങൾക്ക് മുൻപാണ് കൊല്ലം രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. കൊല്ലവർഷം തുടങ്ങുന്നത് തന്നെ കൊല്ലത്ത് നിന്നാണ് എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അതായത് ഒരു ടൂറിസ്റ്റ് ഹബ്ബായി വളരാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ജില്ലയാണ് കൊല്ലം. അതായത് ഒരു വർഷം ലക്ഷക്കണക്കിന് രോഗികളാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിനും അലോപ്പതി ട്രീറ്റ്മെൻറ്റിനും ഒക്കെ വേണ്ടി തിരുവനന്തപുരത്ത് എത്തുന്നത്. ഈ തിരുവനന്തപുരത്ത് എത്തുന്നവരെല്ലാവരും തന്നെ കൊല്ലം തിരുവനന്തപുരം മേഖലയിലാണ് അവരുടെ ചികിത്സയും താമസവും ഒക്കെ ഒരുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടൂറിസം പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. ആയുഷ് വഴിയായിട്ടും ഒക്കെ വലിയ ആയുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അവിടെ ആയുർവേദമുണ്ട്, യോഗയുണ്ട്, യുനാനിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള വിവിധ തരം ട്രീറ്റ്മെൻറ്റുകളുടെ ഒന്നിച്ചുള്ള പ്രയോഗമാണ് ആയുഷ് എന്ന് പറയുന്നത്. അപ്പം ആയുഷ് പ്രോത്സാഹിപ്പിക്കപ്പെടാം കൊല്ലത്ത്. ബിന്ദു കൃഷ്ണയെ പോലെയുള്ള ഒരാൾ ജയിച്ചു വന്നാൽ കൊല്ലത്തിൻ്റെ സർവ്വതോമുഖ വളർച്ചയായിരിക്കും അവരുടെ ലക്ഷ്യം. അതായത് ടൂറിസം പൊട്ടൻഷ്യലിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ബാക്ക് വാട്ടർ ടൂറിസമാണ്. കൊല്ലത്തിന് ഏറ്റവും അനുയോജ്യമായ പൊട്ടൻഷ്യലാണ് ബാക്ക് വാട്ടർ ടൂറിസത്തിൽ. അതായത് ബാക്ക് വാട്ടർ ഗേറ്റ് വേ ആണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കൊല്ലം എന്ന് പറയുന്നത്. ബാക്ക് വാട്ടർ ഗേറ്റ് വേ ആണ്. അതുകൊണ്ടാണ് 5 ലക്ഷം രോഗികളാണ് തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിലായിട്ട് ഓരോ വർഷവും ചികിത്സാർത്ഥം തന്നെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ പ്രത്യേകത വളരെ അടിവരയിട്ട് പറയേണ്ടതാണ്. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ, അത് നന്നായിട്ട് ഈ കൊല്ലത്തിൻ്റെ ടോപ്പോഗ്രഫി, കൊല്ലത്തിൻ്റെ എല്ലാ വളർച്ചാ സാധ്യതകളും നന്നായിട്ട് അറിയുന്ന കൂട്ടത്തിലാണ് ബിന്ദു കൃഷ്ണ. അതുമാത്രവുമല്ല, ഒരു വനിത അവളുടെ കുടുംബത്തെ എങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ആ കുടുംബത്തിൻ്റെ വെൽഫെയർ ഉറപ്പാക്കുമോ അതുപോലെ തന്നെ താൻ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയോജക മണ്ഡലത്തിൻ്റെ നാനാ വശങ്ങളും കണ്ടറിഞ്ഞ് വളർച്ചാ സാധ്യതകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള പൊട്ടൻഷ്യൽ ചൂഷണം ചെയ്ത് വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ബിന്ദു കൃഷ്ണ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബിന്ദു കൃഷ്ണ നേരത്തെ തന്നെ കൊല്ലത്ത് ജയിച്ചു വരേണ്ടതായിരുന്നു. എങ്കിൽ കൊല്ലത്തിൻ്റെ മുഖച്ഛായ ഇതിനകം വളരെ വ്യത്യസ്തമായി തീർന്നേനെ എന്നതിൽ ഒരു സംശയവുമില്ല. ഏറെ വർഷങ്ങൾക്ക് ശേഷം കൊല്ലം വീണ്ടും UDF പിടിച്ചെടുക്കുമ്പോൾ, ഇപ്പോൾ കോർപ്പറേഷൻ ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് 25 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലം കോർപ്പറേഷൻ UDFൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. ആ കൊല്ലം കോർപ്പറേഷൻ തന്നെ തുടക്കം തന്നെ അതിശയകരമായ
രീതിയിലാണ് അവർ മാസ്റ്റർ പ്ലാനുമായി മുൻപോട്ട് പോകുന്നത്, കൊല്ലം കോർപ്പറേഷൻ. ആ മാസ്റ്റർ പ്ലാനുമായിട്ട് തന്നെ ബിന്ദുകൃഷ്ണ MLA ആയി വന്നു കഴിഞ്ഞാൽ ചേർന്ന് പ്രവർത്തിക്കാം. അത് തന്നെ MLAയുടെ വിജയത്തിനും കോർപ്പറേഷൻ്റെ വിജയത്തിനും ഒരുപോലെ കളമൊരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്താ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ വിജയത്തിന് അത്യാവശ്യമായിട്ട് ഒരു മാസ്റ്റർ പ്ലാനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനു മുൻപ് തന്നെ ആ സ്ഥാനാർത്ഥിക്ക് സ്വന്തം മണ്ഡലത്തെപ്പറ്റി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം മനസ്സിൽ. ബിന്ദുകൃഷ്ണ കൃത്യമായിട്ടും അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉള്ള സ്ത്രീയാണ്. ഇതിനു മുൻപ് തന്നെ ആ മാസ്റ്റർ പ്ലാൻ അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. അപ്രാവശ്യം താൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ല, ചെറിയ ഇതിന് തോറ്റുപോയി. പക്ഷേ വീണ്ടും ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ മാസ്റ്റർ പ്ലാൻ അതെങ്ങനെ നേടാമെന്നുള്ളതിനെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദുകൃഷ്ണ പറയാറുണ്ട് കൊല്ലത്തിന് ഒരു ഇലക്ട്രിക് ക്രിമറ്റോറിയം ആവശ്യമാണ്. അപ്പോൾ ബിന്ദു വളരെയധികം ഊന്നൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹെൽത്ത് സെക്ടറുമായിട്ട് കൂട്ടിച്ചേർന്ന് ഉള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ആയിരിക്കും ബിന്ദുകൃഷ്ണ പ്ലാൻ ചെയ്യാൻ സാധ്യതയുള്ളത്. അവിടെ എന്തൊക്കെ ചെയ്യും? അതായത് ലിറ്റർ ഫ്രീ റോഡാണ് പുള്ളി വിഭാവന ചെയ്യുന്ന ഒരു വസ്തുത. ലിറ്റർ ഫ്രീ, അതായത് യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും തള്ളാത്ത റോഡ്. സാധാരണ രീതിയിൽ നമുക്കറിയാം മാലിന്യങ്ങളൊക്കെ വാഹനത്തിൽ സൂക്ഷിച്ചു കൊണ്ടുവന്ന് എവിടെയെങ്കിലും തള്ളിയിട്ട് പോകുന്ന തരത്തിലുള്ള വ്യക്തികളുണ്ട്. അവിടുത്തെ തന്നെ പൗരരായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ വിവരദോഷികളായ പൗരരാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കത്തക്ക രീതിയിൽ അപ്പോൾ അവരെ പിടികൂടാനുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ ചെയ്യുക, ക്യാമറകളൊക്കെ ഘടിപ്പിക്കുക. അതുപോലെ തന്നെ സ്വീപ്പിംഗ് മെഷീൻ, റോഡുകളൊക്കെ ക്ലീൻ ചെയ്യത്തക്ക രീതിയിൽ, അതായത് ഒരു ടൂറിസം പൊട്ടൻഷ്യൽ വലിയ തോതിലുള്ള ജില്ലയാണ്. അപ്പോൾ തന്നെ അത് ലിറ്റർ ഫ്രീ ആവുക, ആ ടൂറിസം പൊട്ടൻഷ്യൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് സ്വീപ്പ് ചെയ്ത്, അതായത് സ്വീപ്പിംഗ് മെഷീൻസ് കൊണ്ടുവരിക അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ജൈവമാലിന്യ നീക്കം. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നടക്കുന്നത് പോലെ തന്നെ അവിടെയും ഒരിടത്തും കൃത്യമായ രീതിയിൽ ജൈവമാലിന്യ നീക്കം നടക്കുന്നില്ല. പക്ഷേ ജൈവമാലിന്യ നീക്കം വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ജില്ലയാക്കി കൊല്ലത്തെ മാറ്റുക, അതാണ് ബിന്ദുകൃഷ്ണയുടെ മനസ്സിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി. അങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ, ശക്തമായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാപ്തമാക്കുക. നമ്മൾ ബീച്ച് ടൂറിസത്തെ പറ്റി പറഞ്ഞല്ലോ. കൊല്ലത്തെ ഒരു സൺസെറ്റ് സിറ്റി എന്നാണ് പറയാറുള്ളത്, സൺസെറ്റ് സിറ്റി. അപ്പോൾ ടൂറിസത്തിന് അങ്ങനെ ഒരു മുഖവും കൂടി ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ ബാക്ക് വാട്ടർ ടൂറിസം, അതുപോലെ വർക്കല ഈസ് ഓൾസോ ഒരു വളരെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ്. നമ്മുടെ ദിവംഗതനായ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ വന്ന് വർക്കലയിൽ താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ള ആ സൺസെറ്റ് ടൂറിസത്തിൻ്റെ മേഖലയായ വർക്കല, ആ വർക്കലയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുക. ബിന്ദുകൃഷ്ണ സംസാരത്തിൽ പറഞ്ഞത് ഒരു സീറോ കാർബൺ സിറ്റിയാക്കി കൊല്ലത്തെ മാറ്റുക. സീറോ കാർബൺ സിറ്റി, അതായത് നമ്മുടെ COP 2930 ഒക്കെ, അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ, ഇപ്പോൾ ഈ പ്രാവശ്യം ബ്രസീലിലായിരുന്നല്ലോ COPയുടെ മീറ്റിംഗ് 31 നടത്തിയത്. അപ്പോഴൊക്കെ മാലിന്യ സംസ്കരണമൊക്കെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയി എങ്ങനെ സംസ്ഥാനങ്ങളെ, ജില്ലകളെ, ഓരോ പ്രദേശത്തെയും മാറ്റുക, ഏതൊക്കെയാണ് അവിടെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തത്, പഠനം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല സിറ്റിയായിട്ട് ജൈവമാലിന്യങ്ങളോ അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റോ ഒന്നുമില്ലാത്ത ഒരു സിറ്റിയാക്കി കൊല്ലത്തെ മാറ്റിയെടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ, അതിൻ്റെ ഗരിമയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റുക. അതുപോലെ കാർഷിക മേഖലയ്ക്ക് കൊടുക്കേണ്ട ഊന്നൽ, ഡയറി ഫാമിങ്ങിന് കൊടുക്കേണ്ട ഊന്നൽ, കർഷകരെ എങ്ങനെ പരിരക്ഷിക്കണം, ഇക്കാര്യത്തിലൊക്കെ ബിന്ദുകൃഷ്ണ അതീവ ശ്രദ്ധാലുവായിരിക്കും. അതിലൊക്കെ വളരെ താല്പര്യമുണ്ട്. ഏതേത് മേഖലകളിൽ സ്വന്തം ജില്ലയെ സ്വന്തം കാലയിൽ നിൽക്കാൻ പ്രാപ്തമാക്കാൻ ഒക്കുമോ അതത് മേഖലകളിലൊക്കെ ആക്കണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തണം എന്നുള്ളതാണ് ബിന്ദുകൃഷ്ണ എപ്പോഴും മുറുകെ പിടിക്കുന്ന മുദ്രാവാക്യം തന്നെ. അപ്പോൾ അങ്ങനെ മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരാൾ, അതായത് ടോപ്പ് ടു ബോട്ടം, അതായത്
ആ തൻ്റെ മണ്ഡലത്തിൻ്റെ ഏറ്റവും പാവപ്പെട്ടവൻ തൊട്ട് ഏറ്റവും ധനികൻ വരെയുള്ള, ഏറ്റവും അവികസിത മേഖല തൊട്ട് ഏറ്റവും വികസിത മേഖല വരെ ഒരേ പാറ്റേണിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ വികസനം എല്ലാവരിലേക്കും എത്തിക്കുക. അതാണ് ബിന്ദുകൃഷ്ണ ആഗ്രഹിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ വികസനം എന്ന കാഴ്ചപ്പാട്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അതിനപ്പോൾ ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പാവപ്പെട്ടവരിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ കുടുംബശ്രീ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഊന്നൽ കാണും അവിടെ, തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്നവരുടെ ഊന്നൽ കാണും അവിടെ, തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെ ഉൽപാദനപരമായ രീതിയിൽ ഉപയോഗിക്കാം എന്ന കാര്യത്തിൽ ശ്രദ്ധ കാണും. മറ്റ് മേഖലകളിലൊക്കെ അത് എവിടെയൊക്കെയാണോ ശ്രദ്ധ ചെലുത്തേണ്ടത് അവിടെയൊക്കെ പുള്ളിക്കാരത്തിയുടെ ശ്രദ്ധ ചെന്ന് പറ്റിയിരിക്കും. അതുപോലെ സോളാർ പ്രശ്നം, അതായത് എവിടെയൊക്കെയാണോ സോളാർ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുക, എവിടെയൊക്കെയാണ് ഊന്നൽ കൊടുക്കേണ്ടത് അവിടെയൊക്കെ ആ സൗകര്യത്തിന് വേണ്ടിയും ഊന്നൽ കൊടുക്കും. ഈ തരത്തിലുള്ള ഒരു പിന്നെ കൊല്ലത്തെ കേരളത്തിൻ്റെ ഒരു മൊബിലിറ്റി ഹബ്ബാക്കി മാറ്റുക. ആ മൊബിലിറ്റി ഹബ്ബാക്കി മാറ്റാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ബിന്ദുകൃഷ്ണ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അവിടെ കൊല്ലത്ത് ബസ് ഷെൽട്ടർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ അവരുടെ ഫോക്കസിലുള്ളതാണ്. അപ്പോൾ ഈ ഫോക്കസിലുള്ള കാര്യങ്ങൾ കോർപ്പറേഷനുമായി ചേർന്ന് പങ്കിട്ട് പരസ്പര സഹായത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു വികസിത കൊല്ലം നിയോജക മണ്ഡലം എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. 5 വർഷക്കാലം ഓരോ ദിവസവും ഓരോ സൂപ്പർ പ്ലാനിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. ബിന്ദുകൃഷ്ണയെ പോലുള്ള ഒരു വനിതയ്ക്ക് ആ ലക്ഷ്യം ഒട്ടും ദുഷ്കരമായിരിക്കുകയില്ല. കാരണം അവർ കരുത്തു തെളിയിച്ച നേതൃത്വ പാടവമുള്ള ഒരു വനിതയാണ്.